എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് നല്ലൊരു അടിപൊളി ചലഞ്ച് ആയിട്ടാണ് വന്നേക്കണത്. അല്ലെങ്കിൽ ഇതോ ചലഞ്ച് എന്നൊന്നും പറയാല്ല, ഗെയിം അത്രയും പറയാൻ പറ്റും. നമ്മള് ചലഞ്ച് ചെയ്യാനല്ല, ഗെയിം കളിക്കാണ്. അത്ര. അപ്പൊ ഗെയിമിന്റെ പേര് നമ്മൾ പറയാം, അപ്പൊ ഇന്നൊരു വെറൈറ്റി ഒരു ഇതാണ്. നമ്മുടെ എന്താ പറയാ, പാട്ട് സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിന് നമ്മൾ കുറച്ച് എന്താ പറയാ, ഒരു 5 ഫോട്ടോസ്, ഈ എന്താ പറയാ പാട്ടിന്റെ ഒരു കണക്ട് ചെയ്യുന്ന ഒരു ഫോട്ടോസ് ഞാനിവിടെ കാണിക്കും. അത് കീർത്തു കണ്ടുപിടിച്ചിട്ട് പാടണം. ഞാൻ അതുപോലെ കാണിക്കും, അപ്പേട്ടൻ കണ്ടുപിടിച്ച് പറയാം. അങ്ങനെ 5 എണ്ണാണ്, ഒരു 10 ക്വസ്റ്റ്യൻസ്. 5 എണ്ണം എന്റെ, 5 എണ്ണം കീർത്തനയുടെ ആയിട്ടാണ് വന്നേക്കണത്. ഏറ്റവും അവസാനം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യാൻ നോക്കുക, നിങ്ങൾക്ക് ആ പാട്ട് അറിയോന്നൊന്ന് നോക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് എന്താ പറയണ്ടത്, ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. അപ്പൊ എന്തായാലും ഓക്കെ, ആദ്യം നമ്മുടെ കീർത്തുവിനാണ് ലേഡീസ് ഫസ്റ്റ്. അപ്പൊ കീർത്തു ഫോട്ടോ കാണിക്കും, ഏട്ടൻ ഉത്തരം പറയും. ഓക്കെ, അപ്പൊ ഞാൻ ഫോട്ടോ കാണിക്കട്ടെ ഏട്ടാ. റൊട്ടേറ്റ് ചെയ്യണ്ടേ? എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതാണ് ഫസ്റ്റത്തെ. ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ. അതവിടെ വേറെ കാണിക്കുക, അത് വേറെ കാണിക്കാം. നല്ലത് നമുക്ക് കാണിക്കാം. അല്ലി പാട്ട് ഞാൻ പാടാം. അല്ലി, അയ്യോ, അല്ലി മലർക്കാവിൽ പൂരം കാണാൻ നിലാവിൽ. അപ്പൊ ഇതാണ് കേട്ടോ. അപ്പൊ എളുപ്പമായിരുന്നു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എനിക്ക് എളുപ്പമായി തോന്നി. അപ്പൊ കേത്തു എനിക്കൊരു പോയിന്റ് കിട്ടിയേക്കാണ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ചാൻസ് എൻ്റെ ആണ് കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ അടുത്തത് കാണിക്കാൻ പോവാണ്. നമ്മുടെ നോക്കിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് അല്ലിയുടെ പേര് അറിയണ്ടായിരുന്നില്ല, അതാണ് എനിക്ക് കിട്ടാൻ തോന്നുന്നുണ്ട്. ഇത് ഈ ഫോട്ടോയിൽ അല്ലിയുടെ പേര് എനിക്ക് അറിയണ്ടായിരുന്നില്ല, സമയം കണ്ടിട്ടില്ല. ഞാൻ എളുപ്പമുള്ളതാണ് കേട്ടോ കൊടുക്കണത്. സിമ്പിൾ നോക്കട്ടെ, സിമ്പിൾ ആണ്. ചന്ദ്രൻ, ചന്ദനം, കിണ്ണം, പുഴയോരം, ഈഴ, ചന്ദനമയ, ഗസ്. എന്തൊരു കഷ്ടാണ്. ഏറ്റവും എളുപ്പമുള്ളതാണ് കേട്ടാ, എനിക്ക് എളുപ്പമുള്ള ഒരു സാധനമാണ്. ചന്ദ്രനും ചന്ദനും കിണ്ണും. ചന്ദ്രനെ ചന്ദ്രൻ മാത്രമൊന്നല്ല വിളിക്ക നമ്മള്. അമ്പിളിക്ക് ചന്ദനത്തിൽ കിണ്ണം, അമ്പിളി ചന്ദന പോരട്ടെ, അമ്പിളി ചന്ദന കിണ്ണത്തി. പുതിയ പാട്ടുകാരുണ്ടാക്കി തുടങ്ങില്ല. ഗസ് ദ സോങ്, യൂസ് ദ ബ്രെയിൻ. മനസ്സിലാവുന്നില്ല? ഓക്കെ, അപ്പൊ ഉറപ്പില്ല. അപ്പൊ ഗൈസ്, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഞാൻ പറയാം. വെണ്ണീല ചന്ദന കായലിൻ വീണി പുന്നീളം കയ്യിലല്ലേ കോരിയെടുക്കാൻ വാ. ഗൈസ്, അപ്പോ കീർത്തുന് പോയിന്റ് ഒന്നുമില്ല, 0 ട്ടോ. പക്ഷെ ആ കിണ്ണം കിണ്ണം ഏത് പാട്ടിലുണ്ടല്ലോ വിചാരിച്ചു. പക്ഷെ ഏറ്റവും സിമ്പിൾ ആണ് കേട്ടോ, ഏറ്റവും സിമ്പിൾ ആണ് ഇപ്പൊ ഞാൻ കൊടുത്തത്. ടഫായിട്ടൊരു ക്വസ്റ്റ്യനും അല്ല അത്. അപ്പൊ ഇനി നന്നായി ആലോചിച്ചിട്ട് പറയാട്ടാ കീർത്തോ. എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്തത് ഓക്കെ, കാണിക്കൂ. ടഫുള്ളത് തിന്നാലും കുഴപ്പമില്ല. ഒരു ചന്ദ്രിക തന്നെ ആയിക്കോട്ടെ. സോപ്പ്. കല്യാണ ചന്ദ്രിക സ്വർണ്ണ മണി മണി
ചന്ദന ചന്ദ്രിക ടഫുള്ള ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 എളുപ്പല്ല. കല്യാണ ചന്ദ്രിക വരെ കിട്ടി. ടിക് ടിക് 7 ടിക് ടിക് 8 എളുപ്പല്ല. ടിക് ടിക് 9 നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. എനിക്ക് കിട്ടിയില്ല. കല്യാണ ചന്ദ്രിക. സ്വയംവര ചന്ദ്രികേ സ്വർണ്ണമണിമേഘ. അയ്യോ ഇത് മറ്റേ ക്രോണിക് ബാച്ചിലറിലെ സ്വയംവര ചന്ദ്രിക. അതാണ് പാട്ട്. എന്റെ സ്വയംവരം ചന്ദ്രിക സ്വർണ്ണമണി മേഘം. ഓ അങ്ങനെ ആലോചിച്ചില്ല ഞാൻ ചന്ദ്രിക വരെ എത്തി. പിന്നെയാണ് എനിക്ക് കൺഫ്യൂഷൻ ആയി. ഈ പാട്ടിന് വരി കിട്ടുന്നില്ല. കല്യാണത്തിന്റെ അത് സ്വയം വരം പെട്ടെന്ന് ഉണ്ടാവില്ല. നമ്മള് കല്യാണ ആ സാധനത്തിലേക്കാണ് വന്നത്. പറഞ്ഞില്ല. അപ്പൊ എന്തായാലും കീർത്തന് ഒരു സ്വയംവര കാണിക്കുന്നത്. ഇന്നത്തെ കല്യാണം അല്ലല്ലോ കാണിക്കുന്നത്, പണ്ടത് സ്വയംവര കാണിക്കുന്നത്. ഓക്കെ, എനിക്ക് ഒരു പോയിന്റും കീർത്തനക്ക് ഒരു പോയിന്റ്. എനിക്കൊരു പോയിന്റ് ഇല്ല കേട്ടോ, പോയിന്റ് ഇല്ല, സോറി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ പോകുന്നത്. കീർത്തനക്ക് എളുപ്പമുള്ളത് കൊടുക്കണല്ലോ. ഇതാണ് കൊടുക്കുന്നത്. ഈസിയാണ്. ഫോട്ടോസ് ഈസി. മധുരം വരെ കറക്റ്റായിട്ടാ. ഗീതം പോരട്ടെ, പകുതി വരെ കറക്റ്റായിട്ടുണ്ട്. ഗീതം ചിരി പുഞ്ചിരി മധുരം. എന്തൊരു കഷ്ടം. യൂസ് ദ ബ്രെയിൻ. പക്ഷെ എനിക്ക് പാട്ടോട് ഓർമ്മ വരില്ല, അത് പ്രശ്നേ. അതാണ് കീർത്തന അങ്ങനെ സിനിമകളും മൊബൈലും ഒന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. പാട്ടുകൾ പഴയ പാട്ടാണ്, പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു ഇത് കൊടുക്കുമ്പോ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല. മധുരം. ഓ മധുരം. മെച്ചത്തെ ഇത് മധുരാണ്. പറയ് കറക്റ്റാ. പിന്നെ മധുരം മധുരം രണ്ട് മധുരം മധുരല്ലേ മധുരം. മറ്റേ ഇതിനെന്താ പറയണ്ടേ, ഭീമന് ഇവന്റെ പേരെന്തൊക്കെ ഓർമ്മയില്ല. അത് ഓക്കെ, അത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. സിനിമ പേര് അറിയാത്ത കാരണമാണ് ജീവ. മധുരം ഒരെണ്ണം ഞാൻ പറഞ്ഞു കൊടുത്ത് പറഞ്ഞ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ടുണ്ട്. ഇനി രണ്ട് കാര്യം കൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിന്റെ വരി കിട്ടൂട്ടാ. മധുരം ജീവാമൃതം. അയ്യോ പുതിയ പാട്ടൊക്കെ ഞാൻ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇത്രയും വരെ പകുതി വരെ എത്തിയതായിരുന്നു. പാട്ടിന്റെ വരി മധുരം ജീവാമൃത ബിന്ദു. ആ ബിന്ദു പണിക്കര്, അവസാന ബിന്ദു പണിക്കര്. മധുരം ജീവാമൃത. അമൃതാന്ന മറ്റോളുടെ പേര് അമൃതാന്നാണ്. അമൃതയത്. അയ്യോ ഇവരെ പേരൊന്നറിയില്ലട്ടാ. സത്യായിട്ട് ഇവരൊക്കെ അറിയെങ്കിലും ഇവരെ പേരൊന്നും നല്ല മറ്റേ ഞാൻ കാണിച്ചിരുന്ന മലരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പിന്നെ നല്ല ഫേമസ്. സിനിമയുടെ ഫേമസ് ആയിട്ടല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെ അവരുടെ സ്വന്തം പേരല്ല, ആ സിനിമയുടെ ക്യാരക്ടറിന്റെ പേരൊക്കെ അല്ലേ ഉണ്ടാവും വിചാരിച്ചു. ഇനി നമ്മുടെ കീർത്തുവിന്റെ ചോയ്സ് ആണ്. അതെ, ഇതാണ്ടോ കറക്റ്റായിട്ട് പിടിക്കേ. റൊട്ടേറ്റ് ആയതാവുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും അഡീഷണലി കാണിച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, കല്ല്, കണ്ണ്, കിളി, കൊരങ്ങൻ. കല്ല്, കണ്ണ്, കിളി, കൊരങ്ങൻ. എളുപ്പല്ല, ഇത്തിരി ടഫുള്ളതാണ് തന്നേക്കരുത്. കല്ലാണല്ലോ, കണ്ണാണല്ലോ, കിളിയാണല്ലോ, കൊരങ്ങനാണല്ലോ. കൊരങ്ങൻ എളുപ്പല്ല.
കല്ല്. കല്ലാണത്. കല്ലാണല്ലോ കണ്ണാണല്ലോ. എനിക്ക് കിട്ടില്ല ഗൈസ്. ഇപ്പം എന്തായാലും ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. കീർത്തന ഉത്തരം കറക്റ്റ് പറയട്ടെ. കരി മിഴി കുരുവിയെ കണ്ടില്ല. ഓ കരിമിഴി. ഞാൻ കല്ലാണ് ഉദ്ദേശിച്ചു പോയി. കരിക്കട്ടല്ലത്. കരിമിഴി കുരുവിയെ കണ്ടില്ല നിൻ ചിരിമണി. പക്ഷെ പറഞ്ഞ കാര്യമില്ല. പക്ഷെ നമ്മള് ആദ്യം കല്ല് കണ്ടപ്പോ പിന്നെ കല്ല് കണ്ണ് അങ്ങനെ പോയിപ്പോ ഞാൻ ചോദിച്ചു കല്ലാണത്. അപ്പോഴും ഓടി. പക്ഷെ നമുക്കത് ഓടിയില്ലല്ലോ. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടില്ല. അപ്പൊ അത് കാരണമാണ്. അപ്പൊ എന്തായാലും അതിലും ഞാൻ തോറ്റേക്കാണ്. സന്തോഷം. സിമ്പിൾ ആയിട്ടുള്ളതാണ് തരണത് ചേട്ടാ. ഏറ്റവും സിമ്പിൾ ഉള്ളതാണ് കൊടുക്കുന്നത്. കേട്ടാ പാട്ട് നിനക്ക് അറിയാത്ത എന്റെ കുഴപ്പമാണ്. അത് ഏറ്റവും സിമ്പിളാണ്. തുമ്പി കല്യാണത്തിന് തുമ്പികളെ പാട്ടിന്റെ വഴിയുണ്ട. തുമ്പികളെ തുമ്പപ്പൂ അല്ല കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളെ തുമ്പപ്പൂ അഴകുള്ളവനാ. തുമ്പി കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളെ കല്യാണരാമനിലെ പാട്ടാണ്. അപ്പൊ കീർത്തനയ്ക്ക് ഒരു പോയിന്റ് കിട്ടിയേക്കാണ് കേട്ടോ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനമായിരുന്നു കൊടുത്തത്. അപ്പൊ കീർത്തന കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ 1 പോയിന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പറഞ്ഞ് ജയിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. ഇതിൽ ഞാൻ കറക്റ്റ് ആയില്ലെങ്കിൽ ഡ്രോയിൽ കളി നിർത്തേണ്ടി വരും. കേട്ടെ. ഇത് വേണ്ട, അത്രയും സിമ്പിൾ വേണ്ട. സിമ്പിൾ കൊടുത്തിട്ട് നല്ല സിമ്പിളാ കൊടുക്കണോ? അപ്പന്നോ നല്ല സിമ്പിളാ. ഞാൻ എനിക്ക് ഇഷ്ടം എടുത്തു വെച്ചതാണ്. അത് തിരക്ക് പാടാൻ വേണ്ടി എടുത്തു വെച്ചാ കളിയൊന്ന് മാറ്റിപ്പോ വിട്ടുപോയി. ഇതന്നെ മതി. ഒരെണ്ണം കിട്ടിക്കോട്ടെ. എളുപ്പല്ല. വാതിൽ വാതിൽ 2 വാതിലുണ്ട്. ഈശ്വര, എന്റെ വായിന്ന് അറിയാണ്ട് പാടിപ്പോയല്ലോ. അതുകൊണ്ട് വായ്പ. ഹലോ ഗൈസ്. അപ്പോ ചെക്കനായിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പൊ അവനെ എടുത്തിട്ട് പോന്നു. നീ ഞങ്ങളുടെ കൂടെ കളിക്കാൻ അവനും ഉണ്ടാവും. അപ്പൊ അത് എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ ആൻസർ എനിക്ക് കിട്ടിയില്ല. കൊറേ ആലോചിച്ചെങ്കിലും നേരെ ആലോചിച്ചു ഞാൻ കുട്ടീനെ അടുത്ത് വരണവരെ, എന്നിട്ടും കിട്ടിയില്ല കേട്ടാ. ഞാൻ പറയട്ടെ. വാതിലിൽ വാതിലിൽ കാതോത്തു ഞാൻ നിന്നില്ലേ. വാതിലിൽ കാതോത്തു നീ നിന്നില്ലേ. നീ നിന്നില്ലേ. ഇത്ര കാര്യങ്ങളുണ്ട്. വാതിലിൽ വാതിലിൽ കാതോർത്ത്. പക്ഷെ നമുക്ക് ആ സമയത്ത് ആലോചിക്കാൻ പറ്റില്ല. 2 വാതിലുണ്ട്. വാതിലിൽ ഇതെനിക്കില്ലേ ഉത്തരം നോക്കണക്കാവുമ്പോ ഉത്തരം കിട്ടിയെന്നാട്ടാ. അതുകൊണ്ട് ഞാൻ വേഗം എടുത്തത്. എനിക്ക് ഉത്തരം കിട്ടണതൊക്കെ എടുത്തതേ. എന്നിട്ടാണ് എന്റെ എന്നെ കിട്ടില്ല, കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ കിട്ടാ. അതുകൊണ്ട് അപ്പൊ ക്വസ്റ്റ്യൻ എന്റെ ആണ്. ചൂടെടുക്കണ്ടാവട്ടെ ചെക്കനോട്. ഫാനിട്ട് കഴിഞ്ഞാൽ നോയ്സ് നല്ല പോലെ ഉണ്ട്. ഈ ഫാന് പഠിക്കണം. അതാണ് അവന്റെ അടുത്ത പ്രശ്നം. ഉള്ളിക്ക് കൈ പോവാണാവോ. കാത്തു പിടിച്ചാൽ മതി. കുഴപ്പമില്ല, പിടിച്ചോ കൊടുത്തോ. അപ്പൊ കീർത്തനയ്ക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇതും കല്യാണമാണല്ലോ. കല്യാണ കച്ചേരി പാടാമടി കച്ചേരിക്കാരൊന്നു പോരുന്ന കല്യാണ കച്ചേരി പാടാമടി. കറക്റ്റ് ആൻസർ ആണ് കീർത്തന പറഞ്ഞത്. അപ്പൊ എന്തായാലും 2 പോയിന്റ്. 2 പോയിന്റ് കീർത്തനയ്ക്ക്. 1 പോയിന്റ് ആണ് എനിക്ക് കിട്ടിയത്. ആദ്യം ഞാനൊക്കെ ഇപ്പഴായിട്ട്
കണ്ടു. ഞാൻ അടുത്ത് എടുക്കട്ടെ. വേഗം അവസാനിപ്പിക്കുന്നതാണ്. കാരണം ഇവിടെ ചിക്കൻ വാശി പിടിച്ചു തുടങ്ങി. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെ, വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഉറക്കത്തിലാണ്. ഉച്ചനേരമായ കാരണമാണ് ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എനിക്ക് വേഗം കിട്ടും. വേണ്ടല്ലേ? ആ വേഗം കിട്ടും. അത് അയ്യോ പറയണ്ടായിരുന്നു. എന്തായാലും രണ്ടെണ്ണം എനിക്ക് നല്ല വേഗം കിട്ടുന്നതാ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടിയതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഉത്തരം കാണണൊക്കെ ആകുമ്പോ ഉത്തരം കണ്ടുപിടിച്ച് ചേട്ടന് കണ്ടുപിടിക്കാൻ പറ്റില്ല പറഞ്ഞാ മോശമായി പോയി. ഞാൻ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു, അത് പ്രശ്നമായി പോയി. ക്യാമറ. അപ്പൊ അത് ഞാൻ പാടത്തെ. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വേള കയ്യെടുത്ത് കമ്മലിട്ട് കുപ്പി വേള കേലിട്ട കാത്തു നിന്നതാരി. അപ്പൊ ഇത് ഞാൻ മുന്നേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിത് സെർച്ച് ചെയ്തപ്പോ നമുക്കിത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനേ ഇത് നോക്കി വെക്കുന്നതിന്റെ ഇടയിൽ ഞാൻ എന്നോട് ചോദിച്ചു ഇതെന്താ അറിയോ ചോദിച്ചു. അപ്പൊ നോക്കിയിട്ട് പറഞ്ഞു ഇതൊക്കെ കിട്ടണില്ല എന്ന് പറഞ്ഞു. അത് എന്റെ അടവാണ്. കാരണം എനിക്ക് പോയിന്റ് കിട്ടി. ഇപ്പൊ 2 പോയിന്റായി. അപ്പൊ കുറച്ച് ഇതാവണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കാണിച്ചത്. അപ്പൊ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇതൊന്നുകൂടി ഇത് പറയൂ. ഓക്കെ, ഇത് ഞാൻ വെറുതെ പറയുന്നതാണ്. ഇപ്പൊ 2 പോയിന്റ് ആണ്. ഇപ്പൊ ഇത് കളിയിലില്ലാത്തതാണ്. നമ്മളിവിടെ കളി വേഗം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് കമന്റ് ചെയ്യട്ടാ. ഈ പാട്ട് അറിയാവുന്നുണ്ടെങ്കിൽ. സിമ്പിളാണ്. ഞാൻ ഉത്തരം കണ്ടുപിടിച്ചതാണ്. അപ്പൊ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. എന്തായാലും അവിടെ ഇങ്ങനെ വെച്ചേ ഇത് കറക്റ്റ് ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കാം. ഇപ്പൊ ഇത് കീർത്തനയുടെ വക ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ളത്. ഇത് അവര് പാട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാട്ടാ. പിന്നെ എൻ്റെ ഇവിടെ മൊബൈല് ഓക്കെ ഗൈസ്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒന്ന് പാടാൻ അറിയുമെങ്കിൽ ഇത് ഏതാ പാട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടെ ഗൈസ്. ഇതാണ് ഞാനിപ്പോൾ എന്തായാലും ഇവിടെ കൊടുക്കാം. കീർത്തനയ്ക്ക് അറിയുമെങ്കിൽ ഒന്ന് അതിൻ്റെ ചെവിട്ടിൽ പറയാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നതാണ്. മണി സ്ലീപ്പിംഗ് ഉറക്കം സ്വപ്നം അറിയില്ല. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടാ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതേ നമ്മുടെ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അവന് കുറച്ച് വാശിയുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എടുക്കണത്. ഞങ്ങള് ഇവനെ ഉറക്കി കിടത്തിയിട്ടൊക്കെയാണ് എടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങുന്നില്ല അവൻ. അമ്മയ്ക്കും അച്ഛനും നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയ കാരണം ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നതാണ്. എന്തായാലും ഗൈസ്, അപ്പൊ എന്തായാലും നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. മറക്കാതെ എല്ലാവരും അവസാനത്തെ 2 സോങ് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യാൻ നോക്കാട്ടാ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും കീർത്തു അവനെ ഉറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടായേക്കാണ്. അപ്പൊ എന്തായാലും മറക്കാതെ കമന്റ് ഒന്ന് ചെയ്യുക. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെയുള്ള വെറൈറ്റി ചലഞ്ചുകളും ഗെയിമുകളായിട്ടാണ് ഞങ്ങൾ ഇനി വരാൻ പോകുന്നത്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.